നിങ്ങളെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, ബേക്കറി ഐറ്റംസ് ഒക്കെയാണോ വാങ്ങിക്കൊടുക്കല്? അങ്ങനെയാണെങ്കിൽ അതിന് പകരം ഇനി മുതൽ അവർക്ക് കളേഴ്സ്, ബുക്ക്, പസിൽസ് ഒക്കെ വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ബിസ്ക്കറ്റ്സ്, ഷുഗറി ഐറ്റംസ്, മുട്ടായികളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അത് അവരുടെ ഓവറോൾ ഈറ്റിംഗ് ഹാബിറ്റ്സിനെ തന്നെ മാറ്റും. ഭാവിയിൽ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഭയങ്കര മോശമാക്കാനും കുറേ അസുഖങ്ങൾ വരുത്താനും അത് കാരണമാവും. ചില പാരൻസ് കുട്ടികളെ ആദ്യമേ തന്നെ ഹെൽത്തി ആയിട്ട് ചായ, ബിസ്ക്കറ്റ്സ് ഒന്നും കൊടുക്കാതെ അധികം മുട്ടായി ഒന്നും കൊടുക്കാതെ ഹെൽത്തി ആയിട്ടായിരിക്കും വളർത്തുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്തായിരിക്കും ചിലപ്പം ചില ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മുട്ടായും ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നതും കുട്ടി അത് കഴിച്ചു തുടങ്ങുന്നതും. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കൂടുതൽ സ്വീറ്റ്സ് അതേപോലെ തന്നെ ബിസ്ക്കറ്റ്സ് ഒക്കെ കൊടുത്ത് വളർത്തുന്നതിന് പകരം അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടിരിക്കാനും അവർക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ്, പസിൽസ്, സ്റ്റാമ്പ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു മുട്ടായി അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ആണ് വാങ്ങിക്കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ തിന്നു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞു. അത് അവരുടെ ഭാവിയിൽ അവരുടെ കൂടുതൽ നെഗറ്റീവ് അല്ലാതെ അവർക്ക് പോസിറ്റീവ് ആയിട്ടൊന്നും കിട്ടില്ല. മറിച്ച് നിങ്ങളൊരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഒരു ബുക്കും ഒരു സെറ്റ് പെൻസിലും കളേഴ്സും ആണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിരിക്കാനും പ്രൊഡക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. മാത്രമല്ല അത് ആരാ തന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും. സോ നിങ്ങളൊരു വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അവർക്ക് ഇങ്ങനെ ബേക്കറി സാധനങ്ങളും മുട്ടായൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇതേപോലെയുള്ള ചെറിയ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടും നല്ലതുമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത്. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യുക. ഓൾസോ കുട്ടികൾക്ക് ബെസ്റ്റ് ആയിട്ട് എന്തൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് കിഡ്സ് എന്ന് കമന്റ് ചെയ്താൽ മതി.